നമ്മുടെ വീഡിയോസിലെല്ലാം പൊതുവേ നമ്മുടെ വീടിന് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഫാൻസി ലൈറ്റുകളാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പല സുഹൃത്തുക്കളും റെസ്റ്റോറൻറ്റ് ഉള്ളവരോ ജ്യൂസ് കൗണ്ടേഴ്സ് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും അവരുടെ ബിസിനസ് പ്ലേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് കുറേ ലൈറ്റുകളുടെ സജഷൻസ് അവർക്ക് പറ്റിയ ലൈറ്റ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ അതിനെ പറ്റിയ ലൈറ്റ്സുകളെ കുറിച്ച് അവർ സജഷൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പം ആ വന്ന കുറച്ച് അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഇപ്പം നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഏരിയാസിലും ജ്യൂസ് കൗണ്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ലൈറ്റുകളെ കുറിച്ചുള്ള സജഷൻസ് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ഐഡിയാസ് നമുക്ക് എന്താണ് ഷോറൂമിൽ തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് അങ്ങനെ റെസ്റ്റോറൻറ്റ് സുഹൃത്തുക്കളുണ്ട്, ജ്യൂസ് കൗണ്ടേഴ്സ്, ചെറിയ ചെറിയ ജ്യൂസ് കൗണ്ടേഴ്സ്. അപ്പം അവരും ഈ പറയുന്ന നമ്മൾ മുമ്പ് കണ്ടതിനേക്കാൾ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പം അവിടെ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ലൈറ്റുകളാണ് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുക, അപ്പോൾ ഏത് ടൈപ്പ് ലൈറ്റുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നല്ലത്, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ചിലവിൽ നല്ല രീതിയിൽ മൂടി ഉപയോഗിക്കാൻ ഏത് ടൈപ്പ് ലൈറ്റുകളായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ മെയിനായിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഓണേഴ്സും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ ഡൗൺ ലൈറ്റ് ആയിട്ട് ഷെയ്ഡായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ടേബിൾ അല്ലെങ്കിൽ കൗണ്ടറുകൾ അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ വെളിച്ചം വരിക. അപ്പോൾ വളരെ മിനിമം ചെറിയ ഇതിലുള്ള നമുക്ക് 4 വാട്ട്സിൻ്റെ 6 വാട്ട്സിൻ്റെ ഒക്കെ ബൾബുകൾ ഇട്ടുകൊണ്ട് ആ ഒരു കൗണ്ടറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെളിച്ചം കൊടുക്കാം. അതുപോലെ തന്നെ സിംഗിൾ സ്റ്റൈലിൽ വരുന്ന നമുക്ക് മെറ്റലും ഗ്ലാസും വരുന്ന ടൈപ്പുകളുണ്ട്. അതുപോലെ വുഡും ഗ്ലാസും വരുന്ന ടൈപ്പുകളുണ്ട്. മെറ്റൽ മാത്രം വരുന്നത് ഇതൊക്കെ പല ഡിസൈനുകളിലും നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ സൈക്കിളിൻ്റെ ഒരു ഡിസൈൻ, ഈ സൈക്കിളിൻ്റെ ഡിസൈനിലൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പോകുന്നതാണ്. ആ ഒരു മിനിമം സ്റ്റൈലിൽ നമുക്ക് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. അതുപോലെ വാൾ ലൈറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ആൻറ്റിക്ക് അതേപോലെ ഈ ഒരു കളക്ഷൻ വരുന്ന രീതിയിലുള്ള മെറ്റൽ ടൈപ്പും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പിലുള്ള വാൾ ലൈറ്റുകളൊക്കെ ഒത്തിരി പേര് ഇതാക്കണം. നമ്മളൊക്കെ എല്ലാം ഒരു മിനിമം സ്റ്റൈലിൽ കണ്ടംപററി സ്റ്റൈലായിട്ട് അതേപോലെ ഒരു മിക്കവാറും ആർക്കിടെക്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് മോഡലുകളാണ് ഇങ്ങനത്തെ ഐറ്റംസുകൾ. പിന്നെ നമുക്ക് വാൾ ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ വേറെ ഗ്ലാസ് ഒക്കെ വരുന്ന ടൈപ്പുകൾ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കൂടുതൽ നമുക്ക് ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന വേറൊരു പ്രൊഡക്റ്റാണ് റോപ്പ്. ചുമ്മാ ഒരു റോപ്പ് ഹാങ് ചെയ്ത് വരുന്നതാണ്. അതിൽ നമുക്ക് ബൾബ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. 1 മീറ്ററാണ് വരുന്നത്. അത് പല രീതിയിലും നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ സിമ്പിളായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ബൾബുകൾ എല്ലാം നമ്മുടെ E27 ബൾബാണ് വരുന്നത്. അതായത് തിരിച്ച് കയറ്റാൻ പറ്റുന്ന പിൻ ടൈപ്പ് അല്ല, റെഡ് ടൈപ്പാണ് വരുന്നത്. പിന്നെ അതേപോലെ നന്നായിട്ട് പോകുന്ന സാധനമാണ് ഈ റാന്തൽ ടൈപ്പ് ഐറ്റംസുകൾ. ഒരു പോലെയൊക്കെ മേഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അപ്പോൾ ആ ഒരു സ്റ്റൈൽ കിട്ടാൻ, പഴമ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രീമിയം റേഞ്ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ നമുക്ക് വാമ്, വൈറ്റ്, ന്യൂട്രൽ വൈറ്റ് 3 കളറുകൾ സ്വിച്ച് ഓണാക്കി ഓഫാക്കുന്ന സമയത്താണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. LED ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് പല ഡിസൈനിൽ വരുന്നുണ്ട്. ഡബിൾ ലെയർ വരുന്നുണ്ട്, സിംഗിൾ ലെയറുകൾ വരുന്നുണ്ട്, റൗണ്ടിൽ, സ്ക്വയറിൽ പല പാറ്റേൺ ആയിട്ടും നമുക്കിത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ സിലിണ്ടറിക്കൽ ടൈപ്പുള്ള ഹാങ്ങിങ്ങുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഒരു ടേബിളിലോട്ട് മാത്രം അല്ലെങ്കിൽ എന്താണോ ഒബ്ജക്റ്റ് അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഇതിനെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് കിട്ടും. ഓവർനായിട്ടൊരു വെളിച്ചത്തിന് പുറമെ നമുക്ക് ടോട്ടലായിട്ട് ഓരോ ഇതിലോട്ടും ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് വാളിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് തരുന്ന ടൈപ്പ് ലൈറ്റുകളാണ്. പിന്നെ അത്യാവശ്യം ഒരു വാളിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എടുപ്പുണ്ടാവും. നമുക്ക് കൂടുതലായിട്ട് പോകുന്ന മോഡലാണ്.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാൾ ലൈറ്റുകളാണ്. അതിന് സിംഗിളും ഡബിളും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇതിലിപ്പോൾ നമുക്ക് മെറ്റലാണ് വരുന്നത്, അതേപോലെ ഗ്ലാസ്. ഇത് എല്ലാത്തിലും നമുക്ക് ത്രെഡ് ടൈപ്പ് ബൾബുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 4 വാട്ട്സിൻ്റെ ബൾബാണ്. ഇതിൽ നമുക്ക് വാം, അതേപോലെ ആംബർ ഗോൾഡ് എന്നുള്ള രീതിയിലുള്ള കളറുകൾ ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ആംബിയൻസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്ക് വുഡൻ ടൈപ്പിൽ വുഡും ഗ്ലാസും കൂടെ വരുന്ന മോഡലിൽ അത്യാവശ്യം എൻക്വയറി ഉള്ള മോഡലാണ്. ഇതിലും നമുക്ക് പറഞ്ഞ പോലെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ബൾബ് നമുക്ക് 4 വാട്ട്സ് അല്ലെങ്കിൽ 9 വാട്ട്സിൻ്റെ ഒക്കെ ബൾബുകൾ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് കോമൺ ആയിട്ട് റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ കോഫി ഷോപ്പ് പോലത്തെ സംഭവങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാൾ ലൈറ്റുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ, അതേപോലെ ആ ഒരു സ്റ്റൈൽ വരുന്ന അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റുകളാണ്. ഇതിൽ കൂടുതലും മോഡൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസ്പ്ലേ മോഡൽസ് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കോറിയോ ലൈറ്റ്സിന്റെ ഷോറൂമുകളുമായി ബന്ധപ്പെടുക. Scorio. Explore the designer in you. Thiruvananthapuram, MANJAERI, MOLLAPPADI, KOTHAMANGALAM. Contact number 8111 827 183.